സൃഷ്ടാവിനെ നീ എപ്പോഴും ഭയക്കേണ്ടതാ, അത് മുഅ്മിനായാൽ നിശ്ചയം കാണുന്നതാ. ഭയക്കാത്ത കൽബെല്ലാം ഖറാബാണെന്ന് അബൂ സുലൈമാൻ എന്നവർ പറയുന്നേ. സൃഷ്ടാവിനെ കുറിച്ചെത്ത കണ്ടറിവുള്ളതാ, അറിവിൻ്റെ നിലയിൽ തന്നെ ഭയവും ഉള്ളതാ. അറിവിൻ്റെ ആഴം കൂടുതൽ നബിക്കുണ്ട്, ഭയവും നബിക്കാണേറ്റവും അതുകൊണ്ട്. ഖലാക്കിനെ നബിക്കെപ്പോഴും ഭയമാണ്, അതു കാരണം ഉള്ളെപ്പോഴും ചൂടാണ്. തീക്കായലെ നബി ചെയ്തിട്ടില്ലെന്നുള്ളതാ, അകം ചൂടിനാൽ പുറം ചൂടിനും മതിയായതാ. റൂഹുൽ ബയാൻ നീ നോക്ക് 5-ൽ നിന്നും 7-ൽ തിരഞ്ഞാൽ വ്യക്തമായി ഇത് മിന്നും. ഹൂദെന്ന സൂറത്താൽ ഭയന്നു നബിയുന, അതുമാത്രമല്ല നരച്ചു പോയി ഷഫീഉന. കൽപ്പിച്ച പോലെ നടക്ക് നബിയെ എന്ന നാഥൻ്റെ വിധിയാണതിനു കാരണമെന്ന. ചോദിച്ചു ത്വാഹ ഒരു ദിനം ജിബ്രീലെ, ചിരിക്കാത്തതായി കാണുന്നു മീകായീലേ. നരകത്തെ സൃഷ്ടിച്ചത് മുതൽ മീകായിൽ, ചിരിക്കാത്തതാണെന്നുത്തരം ജബ്രായീൽ. എനിക്കുള്ള കണ്ണും തോരലില്ലേ ഇന്നും, സൃഷ്ടിച്ചതെന്താണോ ജഹന്നം അന്നും. ഉമർ ഇബ്നു ഖത്താബ് എന്നവർ കരയുന്നതാ, അതിനാൽ കറുത്തിരു പാതയും മുഖത്തുള്ളതാ. പേടിച്ചു സയ്യിദ് ഇബ്നു അബ്ബാസ് വിങ്ങിക്കരഞ്ഞൊരു തോല് പോലെയുണങ്ങി. ശിഷ്യൻ സഈദ് ഇബ്നുൽ ജുബൈറിനു കണ്ണിനും വിലപിച്ചു കാഴ്ച കുറഞ്ഞതായി രണ്ടിനും. സിദ്ദീഖുൽ അക്ബർ പെരുത്തു കരഞ്ഞതാ, ഓതുന്ന നേരം കരകവിഞ്ഞൊഴുകുന്നതാ. അതുപോലെ ഫത്ഹുൽ മൗസിരി കരയുന്നതാ, കണ്ണിൻ്റെ നീരിൽ രക്തവും കരയുന്നതാ. 300 വർഷം തുടർ ശൈഖുൽ അംബിയ കരഞ്ഞെന്ന് പറയുന്നുണ്ട്, ഭയവും തന്നെയാ. ദാവൂദ് നബി കരയാൻ തുടങ്ങി സുജൂദിലായി, കണ്ണിൻ്റെ വെള്ളം വീണ് പുല്ല് മുളക്കലായി. വെള്ളം കുടിക്കാൻ കോപ്പ അന്നെടുക്കുന്നതാ, കുടിക്കാനടുത്താൽ തൽക്ഷണം കരയുന്നതാ. കണ്ണിൻ്റെ വെള്ളം വീണതും കവിയുന്നതാ, ഇതുപോലെ ഹാല് മുജാഹിദും വിവരിച്ചതാ. ജിബ്രീൽ കഅബത്തിൻ്റെ കില്ല് പിടിച്ചതായി, ഇലാഹി ഇലാഹി എന്നവർ പറയുന്നതായി. എനിക്കുള്ള പേരിന് ഹാനി നീ വരുത്തല്ലേ, നീ എൻ്റെ ജിസ്മിനെ സയ്യിദി മറിക്കല്ലേ. ഇത് കണ്ടുകൊണ്ട് നബിയുനാ നിന്നേ എന്നുള്ള വിവരം നുസ്ഹത്തിൽ പറയുന്നേ. സൃഷ്ടാവിനെ പേടിച്ച് നീരൊഴുക്കേണ്ടതാ, ഒഴുകുന്ന സ്ഥാനം നരകമിൽ കരിയാത്തതാ.